ഇന്ന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം. ഉൾവശം നല്ല സ്പോഞ്ചിയായ എന്നാൽ പുറം വശം ക്രിസ്പിയായ കാണാൻ നല്ല ഭംഗിയുള്ള ഹെൽത്തി റാഗി ബൺ ദോശ. ഇതിനു വേണ്ടി അരക്കപ്പ് റാഗിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ്. ഇനി ഇത് രണ്ടും കൂടി ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരും കൂടി ഒഴിക്കുന്നുണ്ട്. തൈരിന് അധികം പുളിയുണ്ടായാൽ കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. തൈരൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈര് മാത്രം പോരാ, ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഇതിന് അരക്കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. അത് നമ്മുടെ പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ വെള്ളത്തിൻ്റെ അളവ്. വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായി കട്ടകളൊന്നും ഇല്ലാണ്ട് ഇത് കുഴച്ചെടുക്കണം. ഞാൻ ഇതിനു വേണ്ടി എടുത്തത് അരക്കപ്പ് വെള്ളം, അരക്കപ്പ് തൈരാണ്. നിങ്ങൾ റാഗി കൊണ്ട് ഏത് തരം ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറ്? കമൻറ്റ് ചെയ്യണേ. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇതൊന്ന് കഴിച്ചാൽ മതി, ഫില്ലായിരിക്കും. ഇതേപോലെ നല്ല സ്മൂത്തായി ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത ഈ മാവ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും റവ കുതിർന്ന് നല്ല സോഫ്റ്റായി വരും. ഇത് 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് മിക്സി ജാറിലേക്ക് മാറ്റി സോഫ്റ്റായി ഇത് അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് സ്മൂത്തായി അരച്ചെടുത്താൽ നല്ല സിൽക്കിയായി ഷൈനിങ് ആയിട്ടുണ്ടാവും. ഈ മിക്സ് മാറ്റി വെക്കാം. ഇനിയൊരു പാന് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടുകും കൂടി ഇടാം. കടുക് പൊട്ടി ഉഴുന്ന് നന്നായി മൂത്ത് വരണം. ഉഴുന്ന് മൂത്ത് വരുമ്പോൾ നല്ല മണമായിരിക്കും. ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളേൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് പഴുത്തു പോയി, അതാണ് ഇതുപോലെ ചുവന്നു പോയത്. ഇനി ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതും ചെറുതായി കട്ട് ചെയ്തതായിരിക്കും നല്ലത്. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ക്യാരറ്റ് സോഫ്റ്റ് ആകുന്നത് വരെ വേണം ഇത് വഴറ്റാൻ. ഈ സമയത്ത് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണിൻ്റെ പകുതി കായംപൊടിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ നല്ല ചൂട് മാറാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യണേ. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, എന്നാലും സിമ്പിളായൊരു ചട്നിയും കൂടി ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പില, ചെറിയൊരു കഷ്ണം പച്ചമുളക്, ചെറിയൊരു കഷ്ണം സവാളയും കൂടിയിട്ട് നന്നായി ഇത് അരച്ച് മാറ്റി വെക്കാം. ഇനിയൊരു പാന് ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് 2 നുള്ളി ജീരകവും കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം അരച്ച് മാറ്റി വെച്ച തേങ്ങയില്ലേ അതൊഴിക്കാം. ഇത് കുറച്ച് കട്ടിക്കല്ലേ ഉള്ളത്, ഇത്ര കട്ടി വേണ്ട. ഇതിലേക്ക് ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. തേങ്ങ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി വെച്ചാൽ മതി. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ ചട്നി ദോശക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുപോലത്തെ ചട്നി ഉണ്ടാക്കാറുണ്ടോ? പറയണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച മിക്സില്ലേ, അത് ഈ റാഗി മിക്സിലേക്ക് ഇടാം. മുഴുവനായി ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും കഴിക്കാൻ നല്ലതാണ്. ഇത് എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇടുന്നുണ്ട്. ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടത്. ബേക്കിംഗ് സോഡ ഇടുമ്പം ഉൾവശം നല്ല സ്പോഞ്ചി ആയിട്ടുണ്ടാവും.
റാഗി എത്ര ഹെൽത്തിയാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്നാൽ അത് കഴിക്കുമ്പോൾ ചെറിയൊരളവിൽ മാത്രമേ ദിവസേന കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അടിഭാഗം കുഴിയുള്ള പാത്രമാണെങ്കിൽ ബൺദോശ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ പാത്രത്തിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക. പാത്രം നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് 1.5 തവി മാവൊഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എത്ര വലിപ്പം വേണോ അതനുസരിച്ച് മാവൊഴിച്ച് കൊടുത്താൽ മതി. മാവൊഴിച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾവശം വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അടിഭാഗം വെന്തതിന് ശേഷം ഇത് തിരിച്ചിടാം. തിരിച്ചിട്ട് കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, ഒരു 30 സെക്കൻഡ്, അപ്പോഴത്തേക്കും ഇത് വെന്ത് വരും. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഇതിൻ്റെ അരികുവശമെല്ലാം മൊരിഞ്ഞ് വരും, ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ടാവും. ഹെൽത്തിയായ റാഗി ബൺദോശ റെഡിയായി. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കണം. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റിയായ ഹെൽത്തി റാഗി ബൺദോശ റെഡിയായി. ഇതിൻ്റെ ഉൾവശം പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. ഇത് വെറുതെ കഴിക്കാനും തേങ്ങാ ചട്നീൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.